ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഒരു സിമ്പിൾ സ്പെഷ്യലാണ് കേട്ടോ. കുറച്ച് കണമ്പ് കിട്ടിയിട്ടുണ്ട് വലക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ട് കറി വെക്കാൻ പോവുകയാണ്, തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോഴേ നമുക്കിന്ന് ഉച്ചക്ക് കറിക്ക് കിട്ടിയേക്കണത് എന്താണെന്ന്, ഒരു അധികം വലിയതല്ല, ചെറിയ ടൈപ്പ് കണമ്പാണ്. ഒരു കണമ്പ് വലുതാണ്. അപ്പോൾ ഞാൻ ഓർത്തേ തക്കാളി ഇട്ടങ്ങോട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള, ഇഞ്ചി. ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5-8 ചെറിയ പച്ചമുളക്, ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പതുക്കെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്, ചതച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. സവാള ഞാൻ ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ്. ഇഞ്ചി പതുക്കെ ചതച്ചിട്ടുണ്ട്, പേസ്റ്റ് പോലെയൊന്നും ചതച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. ഒപ്പം ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട്, അതും ചതച്ച് വെച്ചിരിക്കുകയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുകയാണ്. എപ്പോഴും മീൻ തിളപ്പിക്കുന്നതിന് ചതച്ച് താളിക്കണതായിരിക്കും നല്ലത്. വലിയ മീനൊക്കെ ആണെങ്കിൽ അരിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ഇത് ചെറുതായതുകൊണ്ട് ചതച്ചാണ് ഇടുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടമുളകാണ്, ഒരു 6-7 ഉണ്ടമുളക് ചെറുതാണ്, അതൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊന്ന് വാടട്ടെ. ഉള്ളി ഏതാണ്ടൊക്കെ വാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ കണമ്പ് ഒരു വലക്കാരുടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല പെട്ടക്കണ കണമ്പായിരുന്നു, 1/2 കിലോനുണ്ടായിരുന്നു. ചെറുതായതുകൊണ്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. തിളപ്പിക്കണതാണ് ഇവിടെ എല്ലാവർക്കും കാര്യം, അതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ അതേ ഉപയോഗിക്കാറുള്ളൂ, അത് ഇട്ട് കൊടുക്കാം. ഇപ്പം 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മുളക് മൂത്തിട്ടുണ്ട്, നമുക്ക് ഈ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടി വെച്ച് ചാറ് തിളച്ചതിന് ശേഷം മീനിടാം. അപ്പം നമ്മുടെ കറിയുടെ ചാറ് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ മീൻ കേട്ടോ. ഞാൻ വെട്ടി തേച്ച് കഴുകി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ കണമ്പുണ്ടായിരുന്നു, അതിനാദ്യം ഇട്ട് കൊടുക്കാം. ബാക്കിയൊക്കെ ചെറിയ കണമ്പാണ്, എന്നാലും നല്ല തൊടമുള്ള കണമ്പുകളായിരുന്നു. നല്ല കഴമ്പുള്ള കണമ്പായിരുന്നു.
നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് തക്കാളി ഒന്ന് മീതെ പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി അലന്നു പോകരുത്. അതിൻ്റെ ആ ഒരു പുളി രസം വന്നാൽ മാത്രം മതി. ഇങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് റെഡി ആവട്ടെ. നോക്കാം. തിളച്ചിട്ടൊരു 10 മിനിറ്റ് അധികം ആയിട്ടുണ്ട്. കണമ്പിനധികം വേവൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒപ്പം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണമ്പ് തിളപ്പിച്ചത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ.